ഇന്ത്യൻ സിനിമയിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ ശ്രീദേവി അന്തരിച്ചു. 54 വയസ്സിനിടയിൽ വിവിധ ഭാഷകളിലായി 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ശ്രീദേവിയുടെ ആദ്യ മലയാള ചിത്രം കുമാരസംഭവമായിരുന്നു. പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ ബഹുമതിയും ശ്രീദേവിക്ക് ലഭിച്ചു. തുടർന്ന് 26-ൽ പരം മലയാള ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചു. തെലുങ്ക് സിനിമകളിൽ നായികമാരോടൊപ്പം നൃത്തരംഗങ്ങളിൽ അഭിനയിച്ചിരുന്ന ആന്ധ്ര സ്വദേശിനി രാജേശ്വരിയായിരുന്നു ശ്രീദേവിയുടെ അമ്മ. എന്നെങ്കിലും നായികയായി അഭിനയിക്കാം എന്ന് ഇവർ സ്വപ്നം കണ്ടു എങ്കിലും അത് നടന്നില്ല. എന്നാൽ രാജേശ്വരിയുടെ മകൾ അമ്മയാങ്കർ അയ്യപ്പൻ എന്ന ശ്രീദേവി ഇന്ത്യൻ സിനിമാ ലോകം തന്നെ പിടിച്ചടക്കി. അന്നോളം നിലനിന്നിരുന്ന നായിക സങ്കല്പങ്ങളെയെല്ലാം മാറ്റിയെഴുതുന്ന തരത്തിലായിരുന്നു ശ്രീദേവിയുടെ കടന്നുവരവ്. 1976-ൽ 13-ാം വയസ്സിൽ തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്ത് ഗുരുസ്ഥാനീയനായ കെ ബാലചന്ദ്രന്റെ മുണ്ടു മുടിച്ച എന്ന ചിത്രത്തിലൂടെ നായിക പദവിയിലേക്ക് ഉയർന്ന ശ്രീദേവി കമൽഹാസനൊപ്പം 25ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. അവർ ജോഡിയായി അഭിനയിച്ച ചിത്രങ്ങൾ അക്കാലഘട്ടങ്ങളിൽ സൂപ്പർ ഹിറ്റുകളായി. 1983-ൽ ഹിമ്മത് വാല എന്ന ചിത്രത്തിൽ ജിതേന്ദ്രയുടെ നായികയായത് ശ്രീദേവിക്ക് ബോളിവുഡിലേക്കുള്ള ചവിട്ടുപടിയായി. പിന്നീട് ബോളിവുഡിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഇവർ ഉയർന്നു. 1996-ൽ നിർമ്മാതാവ് ബോണി കപൂറിനെ വിവാഹം ചെയ്ത് അഭിനയത്തിൽ നിന്ന് തൽക്കാലം വിട പറയുന്നിടം വരെ ബോളിവുഡിൽ പകരക്കാരില്ലാത്ത നായിക സൂപ്പർ സ്റ്റാർ ആയിരുന്നു ശ്രീദേവി. വിവാഹാനന്തരം ഏതാനും ഹിന്ദി സീരിയലുകളിൽ സാന്നിധ്യമറിയിച്ച ശ്രീദേവി വീണ്ടും 2012-ൽ ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തി. ഇനിയും റിലീസ് ചെയ്തിട്ടില്ലാത്ത സീറോ ആണ് അവർ അഭിനയിച്ച അവസാന ചിത്രം. അഭിനയ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2013-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1981-ൽ ഇറങ്ങിയ മൂന്നാം പിറയിലെ അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിരുന്നു. ജീവിച്ചിരുന്ന 5 പതിറ്റാണ്ടും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നിരുന്നു ശ്രീദേവി. അകാലത്തിൽ അസ്തമിച്ചുപോയ അഴകിന്റെ റാണി, നായിക സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിച്ച ഇന്ത്യൻ സിനിമാ ലോകത്തെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ ശ്രീദേവി ഇനി ആരാധക ഹൃദയങ്ങളിൽ ജീവിക്കും.